everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 41st lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we have concluded about payments subject to deduction of tax at source. And in this lecture, we are going to discuss about income payable net of tax or where tax is payable by the payer, which comes under section 195A of Income Tax Act 1961, payment to the government or Reserve Bank etc., which comes under section 196 of Income Tax Act 1961. And tax deduction at lower rate, which comes under section 197 of Income Tax Act 1961. Income payable net of tax or where tax is payable by the payer, section 195A. If under an agreement the tax chargeable on any income on which tax is to be deducted at source is to be borne by the person who pays the income, then for the purposes of deduction of tax at source, the amount deducted will be added to the amount actually paid. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അഥവാ TDSൻ്റെ ഡിഡക്ഷൻ വരുന്ന ഏതെങ്കിലും ഇൻകത്തിൽ ചാർജബിൾ ആകുന്ന ടാക്സ് ഒരു എഗ്രിമെൻറ്റ് പ്രകാരം ഈ ഇൻകത്തിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട പേഴ്സൺ ആണ് ബോൺ ചെയ്യുന്നത് എങ്കിൽ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സിൻ്റെ പർപ്പസസിനായിട്ട് ഈ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ടിനെ ആക്ച്വലി പേ ചെയ്യുന്ന എമൗണ്ടിനോട് ആഡ് ചെയ്യണം. It means that amount paid shall be grossed up by the amount of tax to be deducted at source and then tax shall be computed for deduction of tax at source on such gross amount. അതായത് ഈ പേ ചെയ്ത എമൗണ്ടിനെ എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് യൂസ് ചെയ്ത് ഗ്രോസപ്പ് ചെയ്യണം. ദെൻ ഈ ഗ്രോസപ്പ് ചെയ്ത എമൗണ്ടിലാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് TDS ആപ്ലിക്കബിൾ ആകുന്ന ഇൻകംസിൽ നിന്നും TDS ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും ഇൻകംസ് പേ ചെയ്യുന്നത്. അങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്ന ഇൻകത്തിനെ ഗ്രോസപ്പ് ചെയ്യണം ബൈ ദ എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രോസപ്പ് ചെയ്യുക. ദെൻ ആ ഗ്രോസപ്പ് ചെയ്ത എമൗണ്ടിലാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് ആ ഗ്രോസപ്പ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ഡിഡക്റ്റഡ് ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Suppose the amount payable is ₹800 and the rate of tax to be deducted at source is 20%. പേ ചെയ്യേണ്ട എമൗണ്ട് ₹800 ആണ്. TDSൻ്റെ റേറ്റ് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 20% ആണ്. ദെൻ പേ ചെയ്യുന്ന എമൗണ്ട് 80% ആയിട്ടായിരിക്കും എടുക്കുന്നത്. ആ 80%ലായിരിക്കും ഗ്രോസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദ ഗ്രോസ് എമൗണ്ട് വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് അണ്ടർ 800 × 100 ഡിവൈഡഡ് ബൈ 80. അതായത് 80%ൻ്റെ ബേസിസിലാണ് ഗ്രോസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സാമ്പിളിൽ ₹1000 ആണ് ഗ്രോസ് എമൗണ്ട്. കണ്ടോ, ₹800 ആയിരുന്നു പേയബിൾ, 20% ആയിരുന്നു TDSൻ്റെ റേറ്റ്. ദെൻ ഗ്രോസപ്പ് ചെയ്ത് ഗ്രോസ് എമൗണ്ട് ₹1000 ആണ്. ഇനി ഈ ഗ്രോസ് എമൗണ്ട് ആണ് ഡിഡക്റ്റഡ് ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ് ഓർ റിസർവ് ബാങ്ക് എക്സെട്ര, സെക്ഷൻ 196. No tax will be deducted at source if the payment is made to the government or the Reserve Bank of India or any statutory corporation whose income is exempt from income tax or a mutual fund specified in section 10 subsection 23D. അതായത് ഗവൺമെൻറ്റിനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കോ ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകമുള്ള ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനോ സെക്ഷൻ 10 സബ്സെക്ഷൻ 23Dയിൽ സ്പെസിഫൈ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനോ ഈ പറഞ്ഞ 4 ഏതെങ്കിലും ഒന്നിനാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റിൽ TDS ആപ്ലിക്കബിൾ അല്ല. ദെയർ വിൽ ബി നോ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. ഓക്കെ, ടാക്സ് ഡിഡക്ഷൻ അറ്റ് ലോവർ റേറ്റ്, സെക്ഷൻ 197. In case of any income of any person under sections 192, 193, 194, 194A, 194C, 194D, 194G, 194H, 194I, 194J, 194LA, 194LBB or 194LBC. On an application made by the assessee, the assessing officer may, if satisfied, issue a certificate that
Either his income is not taxable or taxable at a lower rate. Section 192, 193, 194, 194A, 194C, 194D, 194G, 194H, 194I, 194J, 194LA, 194LBB or 194LBC. ഈ പറഞ്ഞ സെക്ഷൻസിൽ ഏതിലെങ്കിലും ഉള്ളൊരു ഇൻകം ഏതെങ്കിലും ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു കേസിൽ അസസി ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് അസസിങ് ഓഫീസർ വിത്ത് ദ ഗ്രൗണ്ട്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ അസസിങ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അസസിങ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒന്നുകിൽ ഈ അസസിയുടെ ഇൻകം നോട്ട് ടാക്സബിൾ ആയിരിക്കും, ടാക്സബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ലോവർ റേറ്റിന് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ മെൻഷൻ ചെയ്ത സെക്ഷൻസിലുള്ള ഇൻകംസ് വരുന്ന കേസിലാണ് ഇത്. In such a case, the person making the payment shall either not deduct tax at all or deduct it at the lower rate stated in the certificate. Then ഈ ഒരു കേസിൽ പേയ്മെൻറ്റ് നടത്തുന്ന പേഴ്സൺ സർട്ടിഫിക്കറ്റിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഒന്നുകിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ലോവർ റേറ്റിന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, hope you all understand about income payable net of tax or where tax is payable by the payer, payments to the government or reserve bank etc. and tax deduction at lower rate. Thank you.